പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. പാണാവള്ളി ഖുവത്തുൽ ഇസ്ലാം മദ്രസയുടെ പ്രവേശനോത്സവം നടന്നു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വായിച്ചു വളരുക, ഒഴിവു സമയങ്ങളിൽ രക്ഷിതാക്കളോടൊപ്പം വിദ്യാർത്ഥികളെയും ഒപ്പം നിർത്തി കൃഷി ചെയ്ത് പഠിപ്പിക്കുക, കൃഷിയിലേക്ക് അവരെയും കൊണ്ടുവന്നാൽ വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ കഴിയുമെന്ന് ഖുവത്തുൽ ഇസ്ലാം മദ്രസയുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോട്ടൂർ പള്ളി ഖത്തീബ് അബ്ദുൾ റഹീം ഫൈസി പറഞ്ഞു. ഈ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ ഹനൂസ്താദ്, മറ്റ് വിദ്യാർത്ഥി രക്ഷിതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും ഇതുവരെ കേട്ട അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഉദ്ഘാടകനും ബഹുമാനപ്പെട്ട നമ്മുടെ ഖത്തീബ് ഉസ്താദും ഒരുപാട് കാര്യങ്ങൾ പഠനത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചും അതുപോലെ സുബൈർ നാസർ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തെ സംബന്ധിച്ചുള്ള കൃഷിയുടെയും മറ്റു കുട്ടികളോട് ചെയ്യേണ്ട പ്രവർത്തനം സംബന്ധിച്ചും ധാരാളം കാര്യങ്ങൾ നമ്മൾ ഉണർത്തിയിരുന്നു. അതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ മനഃപ്പാഠമാക്കി. യോഗത്തിൽ ഇസാഖ് ബി എം അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ അഹമ്മദ് ബി എം ആമുഖ പ്രഭാഷണവും PM സുബൈർ മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു. അബ്ദുൾ റഹീം എ, ഫാസിൽ MJ എന്നിവർ സംസാരിച്ചു. ഒഴിവുകാല കൃഷി നടത്തുവാൻ വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു. ഇന്ന് നമുക്കറിയാം, വിഷമുള്ള പച്ചക്കറികളാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വെണ്ടയാവട്ടെ, പയർവർഗ്ഗങ്ങളാവട്ടെ, ഏത് സാധനവും കടകളിൽ വാടാതെ ഇരിക്കുന്നത് നമുക്ക് കാണാം. 2-3 ദിവസമൊക്കെ വരെ അത് വാടാതെ ഇരിക്കുന്നു. അപ്പോൾ 100% അത് വിഷമാണ്. ന്യൂസ് ബ്യൂറോ, പാണാവള്ളി.